ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയാണ്. വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 200 ഗ്രാമോളം ശർക്കര ഉണ്ടാവും. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര എല്ലാം ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ശർക്കര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് ശർക്കര പാനി അതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 കപ്പ് ചിരകിയ തേങ്ങയാണ്. 250 ml കപ്പിൽ 2 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയും ശർക്കര പാനിയായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ചെറുതായിട്ട് ഇറങ്ങി വരും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്ത് അത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയിലുള്ള വെള്ളവും ശർക്കരപ്പാനിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1.5 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ്ങിന് നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 2 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചില പൊടിക്ക് 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്കും 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പത്തിനും ഇടിയപ്പത്തിനും എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ അല്ലാതെ തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ അടപ്പിൽ വെച്ചിട്ട് പൊടി ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുമ്പോഴാണ് കേട്ടോ കൊഴുക്കട്ട കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ പൊടിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നേരെ ചൂടോടെ തന്നെ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട്. കുഴക്കുന്ന സമയത്ത് പൊടി ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നേരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഒരു കുഴിയാക്കി എടുക്കണം. അതായത് ഫില്ലിങ് ഇതിനുള്ളിൽ വെക്കാൻ പാകത്തിന് വേണം കുഴിയാക്കി എടുക്കാൻ. അപ്പോൾ മാവ് ഒരേ തിക്നെസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ് കുറച്ച് ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി ഇതിനുള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്തെടുക്കണം. അതിന് ശേഷം കയ്യിൽ വെച്ച് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിങ് വെളിയിൽ വരാത്ത വിധത്തിൽ വേണം നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എല്ലാ കൊഴുക്കട്ടയും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആവിച്ചമ്പ് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കൊഴുക്കട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.